ചൊവ്വയെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകളുമായി ശാസ്ത്രജ്ഞർ. ഒരു പുരാതന സമുദ്രം ചൊവ്വയിൽ ഉണ്ടായിരുന്നുവെന്നതിന് ശക്തമായ തെളിവുകളാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന മണൽ നിറഞ്ഞ ബീച്ചുകളുടെ തെളിവുകൾ ചൈനയുടെ ഷുറോങ് റോവറിൽ നിന്നും ലഭിച്ച റഡാർ ഡേറ്റയാണ് വെളിപ്പെടുത്തിയത്. ചൈനയുടെ ഷുറോങ് റോവറിൽ നിന്നുള്ള വിവരങ്ങൾ ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ബീച്ച് നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് ചുവന്ന ഗ്രഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരിക്കലും വെള്ളം പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന മുൻകാല അനുമാനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. താഴ്വര ശൃംഖലകളും അവശിഷ്ട പാറകളും ഉൾപ്പെടെയുള്ള സവിശേഷതകളുടെ മുൻ കണ്ടെത്തലുകൾ ചുവന്ന ഗ്രഹത്തിൽ ഒരിക്കൽ ഒഴുകുന്ന നദികൾ ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ സമുദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇത്ര കാലവും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പുതിയ കണ്ടെത്തൽ. ചൊവ്വയുടെ അടിയിൽ കടൽ തീരങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നതിന് പുതിയ തെളിവുകൾ ലഭിച്ചതായി ഗവേഷകർ പറയുന്നു. ചൈനയുടെ ഷുറോങ് റോവറിൽ നിന്നുള്ള ഭൂഗർഭ ഇമേജിംഗ് ഡേറ്റ വിശകലനം ചെയ്തതിനു ശേഷമാണ് തങ്ങൾ എങ്ങനെയാണ് ഈ കണ്ടെത്തൽ നടത്തിയതെന്ന് നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്യുന്നത്. 1970-കളിൽ നാസയുടെ മാരിനർ 9 ഓർബിറ്റൽ ചൊവ്വയിലെ പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതു മുതൽ ചൊവ്വയിലെ ജലത്തിന്റെ വ്യാപ്തിയും കാലാവധിയും ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നു. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചൊവ്വയിൽ ജലം നിലനിന്നിരുന്നുവെന്ന സമീപകാല ഗവേഷണങ്ങൾ സ്ഥിരീകരിക്കുന്നു. ചൈനയിലെ ഗ്വാങ്ഷോ സർവകലാശാലയിലെ ജിയാൻ ഹുയി ലീ നയിക്കുന്ന ഒരു ഗവേഷണ സംഘം അമേരിക്കൻ ശാസ്ത്രജ്ഞരോടൊപ്പം ഗ്രഹത്തിന്റെ വടക്കൻ അർദ്ധഗോളത്തിന്റെ ഭാഗങ്ങൾ ഒരു പുരാതന ചൊവ്വാസമുദ്രം മൂടിയിരുന്നതായി ശക്തമായ തെളിവുകൾ നൽകുന്നു. ഷുറോങ് റോവറിൽ നിന്നുള്ള ഭൂഗർഭ ഇമേജിംഗ് ഡേറ്റ വിശകലനം ചെയ്യുന്നതിലൂടെ പുരാതന തീരദേശ നിക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്ന അവശിഷ്ട രൂപങ്ങൾ അവർ തിരിച്ചറിഞ്ഞു. ഉപഗ്രഹ ഡേറ്റയിൽ നിന്ന് പാലിയോ ഷോർലൈനുകൾ മാപ്പ് ചെയ്ത സ്ഥലങ്ങൾക്ക് സമീപമുള്ള തെക്കൻ ഉട്ടോപ്യ പ്ലാനറ്ററിയിലേക്ക് സുറോങ്ങിനെ അയച്ചതായി ഗവേഷണത്തിന്റെ സഹരചയിതാവായ പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബെഞ്ചമിൻ കാറ്റനാസും പറയുന്നു. 3.5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ചൊവ്വയുടെ ഉപരിതലം ഗണ്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഭൂമിയിലേക്ക് തുളച്ചുകയറുന്ന റഡാർ ഉപയോഗിച്ച ഉപരിതലത്തിൽ നിന്ന് ദൃശ്യമല്ലാത്ത തീരദേശ നിക്ഷേപങ്ങളുടെ നേരിട്ടുള്ള തെളിവുകൾ തങ്ങൾ കണ്ടെത്തിയെന്ന് ചൈനയുടെ ടിയാൻ-1 ദൗത്യത്തിന്റെ ശാസ്ത്ര സംഘത്തിലെ അംഗവും റോവർ ഉൾപ്പെട്ട ഗ്വാങ്ഷോ സർവകലാശാലയിലെ ഗ്രഹശാസ്ത്രജ്ഞനുമായ ഹായ് ലിയു പറഞ്ഞു. പുരാണത്തിലെ അഗ്നിദേവന്റെ പേരിലുള്ള ഷുറോങ് റോവർ 2020-ൽ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വിക്ഷേപിക്കുകയും 2021 മുതൽ 2022 വരെ പ്രവർത്തിക്കുകയും ചെയ്തു. 3300 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ഇംപാക്ട് ബേസിലായ ഉട്ടോപ്യ പ്ലാനറ്ററിയിലാണ് ഇതിറങ്ങിയത്. ഈ പ്രദേശത്ത് ഒരു കാലത്ത് ഒരു വലിയ ജലാശയം ഉണ്ടായിരുന്നതായി ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. പുരാതന തീരപ്രദേശങ്ങളാണെന്ന് കരുതപ്പെടുന്ന വരമ്പുകൾക്ക് സമീപമുള്ള ഒരു പ്രദേശം ഷുറോങ് പര്യവേക്ഷണം ചെയ്തു. നിലത്തേക്ക് തുളച്ചുകയറുന്ന റഡാർ ഉപയോഗിച്ച റോവർ ഉപരിതലത്തിന് 100 മീറ്റർ താഴെ സ്കാൻ ചെയ്തു. കുറഞ്ഞത് 30 മീറ്റർ ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രതിഫലന പാളികളുടെ ഒരു പരമ്പര കണ്ടെത്തി. ഈ പാളികൾ ഭൂമിയിലെ സമുദ്ര പരിസ്ഥിതികളിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്ന രീതിയെ പ്രതിഫലിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.